മണക്കാട് വാർഡ് ഉൾപ്പെടെ കോർപ്പറേഷൻ പരിധിയിലുള്ള പല വാർഡുകളിലും മാലിന്യം നീക്കം ചെയ്യാൻ പറ്റാതെ ഗുരുതരമായിട്ട് പ്രശ്നം നിലനിൽക്കുകയാണ്. പ്രധാനമായിട്ടും തമിഴ്നാട്ടിലേക്ക്, ഇവിടെ നിന്ന് തമിഴ്നാട്ടിലെ പന്നി ഫാമിലേക്കായിരുന്നു ഇവിടുത്തെ ജൈവ മാലിന്യങ്ങൾ ഉൾപ്പെടെ കൊണ്ടുപോയിരുന്നത്. അവിടെ ലോറികൾ തടഞ്ഞിടുന്നതും കടത്തിവിടാത്തതുമായിട്ടുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നതുകൊണ്ട് ഈ ഹരിതകർമ്മസേനയ്ക്ക് ഉൾപ്പെടെ വീടുകളിൽ നിന്ന് ഈ മാലിന്യങ്ങൾ ശേഖരിക്കാൻ പറ്റാത്ത സ്ഥിതിയാണ്. പല വീടുകളിലും 9 ദിവസത്തിലധികം ഈ മാലിന്യങ്ങൾ കുന്നുകൂടി കിടക്കുന്ന സ്ഥിതിയിലാണ്. പലരും റോട്ടിലേക്ക് വലിച്ചെറിയുന്നു ഉൾപ്പെടെയുള്ള സംഭവങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈച്ചയും പുഴുവും ഒക്കെ അരിച്ച മാലിന്യങ്ങൾ വീട്ടിൽ എത്ര ദിവസം സൂക്ഷിക്കാനാവും എന്നാണ് നാട്ടുകാർ ഉൾപ്പെടെ ചോദിക്കുന്നത്. ഞങ്ങൾ മാക്സിമം അതിൻ്റെ ഉള്ളിലുള്ള വെജിറ്റബിൾ വേസ്റ്റ് എല്ലാം ഞാൻ സെപ്പറേറ്റ് ആക്കിയിട്ട് മാക്സിമം അത് നമുക്ക് ചെടികൾക്കൊക്കെ ഇടുകയാണ്. എന്നാലും ഫുഡ് വേസ്റ്റ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഹോട്ടൽ വേസ്റ്റിൽ എടുക്കുന്നതിൽ ഏജൻസിയെ നഗരസഭ അലോട്ട് ചെയ്യുന്നുണ്ട്. ഡോർ ടു ഡോർ ഡെലിവറി സംവിധാനം കൊണ്ടുവന്നത് തന്നെ ഹരിതകർമ്മസേനയാണ്. പക്ഷെ ആ കൊണ്ടുവന്ന നഗരസഭ ഇപ്പൊ അതിനെ മാറ്റിയിട്ട് ഇപ്പൊ പറയുന്നത് ബിന്ന് വെക്കണമെന്നാണ്. പക്ഷേ ഇവിടുത്തെ തിരുവനന്തപുരം നഗരത്തിന്റെ സിറ്റി ഹൃദയ ഭാഗത്തുള്ള വീടുകളൊക്കെ ഇടുങ്ങിയ പ്രദേശങ്ങളാണ്. ഇത് ബിന്ന് നമുക്ക് പ്രോപ്പറായിട്ട് അവർക്ക് വെക്കാൻ സാധിക്കില്ല. വാർഡ് കൗൺസിൽ സൂചിപ്പിച്ചതുപോലെ 2 ആഴ്ചയായി ഈ പ്രദേശങ്ങളിൽ ഈ പ്രശ്നം നിലനിൽക്കുകയാണ്. കോർപ്പറേഷൻ കാര്യക്ഷമമായി ഇടപെട്ടില്ലെങ്കിൽ ആറ്റുകാൽ പൊങ്കാല പോലുള്ള വലിയ ഉത്സവങ്ങൾ ഉൾപ്പെടെ നഗരഹൃദയങ്ങളിൽ വരാനിരിക്കുന്നതുമാണ്. അതുൾപ്പെടെ വരുമ്പോൾ സ്ഥിതി ഇതിലും രൂക്ഷമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല.